ഇനി സഹോദരന്മാരെ, കച്ചവട സ്ഥലത്ത് ഏറ്റവും സൂക്ഷ്മത വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരെ വിളിച്ചിട്ട് ചിലത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കച്ചവടക്കാരേന്ന് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കച്ചവടക്കാരോട് പറയേണ്ടത് അവരോടൊന്ന് പറയണ്ടേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വിളിച്ചു. മദീനത്ത് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ ഉറക്കെന്ന് വിളിച്ചു, യാ മഅ്ശറ തുജ്ജാർ, ഓ കച്ചവടക്കാരെ. എല്ലാവരും അള്ളാന്റെ റസൂലിനെ വിളിക്കണമെന്നെല്ലാവർക്കും റഫഉ അനാഖുഹും, കഴുത്തു പൊക്കി നോക്കി. എന്താ നബി തങ്ങൾ പറയുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തുജ്ജാറ യുഹ്ശറൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദഖാ. നിശ്ചയമായും കച്ചവടക്കാര് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത് തെമ്മാടിക്കൂട്ടങ്ങളായിട്ടായിരിക്കും. തുജ്ജാറുഹുമുൽ ഫുജ്ജാർ, തുജ്ജാർ കച്ചവടക്കാർ, ഫുജ്ജാർ തോന്നിവാസികൾ. അപ്പൊ തുജ്ജാർ കച്ചവടക്കാര് തോന്നിവാസികളുടെ കൂട്ടത്തിലാ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നത്. എന്നാ എല്ലാവരും അങ്ങനെ പെടുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബിസിനസ് ഹറാമായി പോകൂലേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുന്നു, ഇല്ലാ മനിത്തഖല്ലാഹ വബറ വസദഖാ. ആര് അള്ളാഹനെ സൂക്ഷിച്ച കച്ചവടക്കാരനുണ്ടോ അവനിതിൽ പെടൂല. അള്ളാഹനെ സൂക്ഷിക്കുന്ന മുത്തഖിയായ കച്ചവടക്കാരൻ ഇതിൽ നിന്നൊഴിവാണ്. പുണ്യം ചെയ്യുന്ന കച്ചവടക്കാരനും ഇതിൽ നിന്നൊഴിവാണ്. സത്യസന്ധത മേൽമുദ്രയായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കച്ചവടക്കാരും ഇതിൽ നിന്നൊഴിവാണ്. അതെ, പലിശയും അതുപോലെ തന്നെ വഞ്ചനയും ചതിയും കള്ളസത്യവും കളവും നുണയുമൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ബിസിനസ്സുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് മാർക്കറ്റ് കൂടെ അങ്ങനെ നടക്കുക. മാർക്കറ്റിലൂടെ നടക്കുമ്പോ മർറാലാ സുബ്റത്തി തുആമിൻ, ഒരു ഭക്ഷണത്തിന്റെ കൂന ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. വിൽപ്പനക്ക് വെച്ച ഭക്ഷണമാണ്. ഫഅദ്ഖല യദഹു ഫീഹാ, അതിന്റെ ഉള്ളിലേക്ക് നബി തങ്ങളുടെ കൈയങ്ങ് പ്രവേശിപ്പിച്ചു. ഒരു ഗോതമ്പിന്റെ കൂനയാണ്. അതിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈയാണ്ടിട്ടു. കൈയിട്ടിരുന്നു പോയി. ഫനാലത്ത് അസാബിഉഹു ബലലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലതാ നനവ് കാണുന്നു. ഭക്ഷണ വിൽപ്പനക്കാരനോട് ചോദിച്ചു, മാ ഹാദാ യാ സാഹിബത്ത് തുആം, ഓ ഭക്ഷണത്തിന്റെ ഉടമസ്ഥ, എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തേ ഈ നനഞ്ഞത് കാണുന്നത്? അദ്ദേഹം പറഞ്ഞു, അസാബത്തുഹു സമാഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് മഴ നനഞ്ഞതാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടക്കാരനോട് ചോദിക്കാണ്, ശരി മഴ നനഞ്ഞതൊരു തെറ്റല്ല, കുഴപ്പമില്ല. പക്ഷേ അഫലാ ജഅൽതഹു ഫൗഖ തുആമി കൈ യറാഹു നാസ്, നീ എന്തേ ഈ ചീഞ്ഞതും നനഞ്ഞതുമായ ഗോതമ്പ് പുറത്തേക്കിടാതെ അത് നീ അകത്ത് വെച്ചതെന്തേ? നിനക്ക് ഈ നനഞ്ഞത് പുറത്തേക്ക് വെച്ചുകൂടായിരുന്നു? എന്നാ പിന്നെ ആളുകൾ അത് കാണുമല്ലോ. ആളുകൾ കാണേ എന്തുകൊണ്ട് ഈ നനഞ്ഞത് നീ പുറത്ത് വെക്കാതെ ഉണങ്ങിയതും നല്ലതും മാത്രം പുറത്തേക്ക് പ്രദർശിപ്പിച്ചിട്ട് നീ വിൽപ്പന നടത്താൻ നോക്കുകയാണോ? മൻ ഗശ്ശ ഫലൈസ മിന്നീ, ആര് ചതിയും വഞ്ചനയും നടത്തുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അന്നത്തെ വഞ്ചന അങ്ങനെയൊക്കെ ഉള്ളൂ. ഇന്ന് കാലഘട്ടം പുരോഗമിച്ചു, ഇന്ന് കാലം പുരോഗമിച്ചു. ഇന്നൊരു ഗോതമ്പിന്റെ കേസൊന്നുമല്ല, ഇന്ന് പലതും എക്സ്പയറി ഡേറ്റ് മാറ്റി എഴുതും. അതുപോലെ തന്നെ എന്നാണ് ഉണ്ടാക്കിയത് മാറ്റി എഴുതും, ഡേറ്റ്, പ്രൊഡക്ഷൻ ഡേറ്റ് മാറ്റി എഴുതും, കമ്പനി മാറ്റി എഴുതും. മേഡ് ഇൻ ജപ്പാൻ എല്ലാത്തും എഴുതും. ഏത് ചൈനയാണെങ്കിലും, മേഡ് ഇൻ മലപ്പുറമാണെങ്കിലും, മേഡ് ഇൻ എടപ്പാളാണെങ്കിലും ഒക്കെ ഉണ്ടാവും ജപ്പാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടാകും. അങ്ങനെ പലതും ഒരു മാറ്റി സ്റ്റിക്കർ ഒട്ടിക്കും. മനുഷ്യനെ വഞ്ചിക്കാണ്, നുണ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി എന്നിട്ടോ വിൽപ്പന നടത്തുമ്പോ പറയും, വല്ല മാർക്കറ്റിൽ അധികം മുഴങ്ങുന്നത് ഇങ്ങോട്ടും വല്ല അങ്ങോട്ടും വല്ല, ഒരു 100 വല്ല അങ്ങോട്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, 3 കൂട്ടം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കും, അവരോട് സംസാരിക്കൂല, മുണ്ടൂല. വലാ യൻദുറു ഇലൈഹിം, കരുണയുടെ ഒരു നോട്ടം പോലും നോക്കൂല. വലാ യുസക്കീഹിം, ഒരു നിലക്കും റബ്ബിന്റെ ഭാഗത്തു നിന്ന് ഒരു കരുണയും അവർക്ക് കിട്ടൂല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. 3 തവണ അള്ളാന്റെ റസൂൽ ഇത് ആവർത്തിച്ചപ്പോ സഹാബത്തിന് ബേജാറായി. ഇത് കേട്ട് നിൽക്കുന്ന അബൂദർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഖാബൂ വ ഖസറൂ മൻ ഹും യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ ആരാണ് ഈ 3 കൂട്ടം ആളുകൾ? അവരുടെ കാര്യം മഹാപോക്കാണല്ലോ, അവര് പരാജയപ്പെട്ടല്ലോ, അവര് നഷ്ടപ്പെട്ടല്ലോ നബി, ആരാ അവർ? വേഗം പറഞ്ഞു തരൂ.
അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുകയാണ്, ഒന്നേ അൽ മുസ്ബിലോ, ഉടുമുണ്ട് നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവൻ, വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്നവൻ. അത് പാൻസാണെങ്കിലും ഏത് വസ്ത്രമാണെങ്കിലും നെരിയാണിക്ക് താഴെ മനഃപൂർവ്വം വസ്ത്രം തൂക്കിയിട്ടാൽ റബ്ബ് നോക്കൂല, മുണ്ടൂല, വലിയ ശിക്ഷയുമാണ് പരലോകത്ത് കിട്ടാനുള്ളത്, നരകത്തിലാണ്. രണ്ടാമത്തത് വൽ മന്നാനു, കൊടുത്തത് എടുത്തു പറയുന്നവൻ. ഞാൻ ചെയ്ത ഉപകാരത്തെ എടുത്തു പറഞ്ഞ്, അതേ നല്ല കാലമാകുമ്പോ ഞാൻ ചെയ്തു കൊടുത്തതാണ്, തെറ്റിയപ്പോ വിളിച്ചു പറഞ്ഞിട്ട് അവനെ അപമാനിക്കുന്നു. ഉണ്ടോ? ഞാൻ കൊടുത്തതാ, ഞാനെന്തെന്നാ ഇപ്പൊ ആരെ, ഇപ്പൊ വലിയ ആളായി പോയില്ലേ. പണ്ട് പാസ്പോർട്ട് എടുക്കാൻ പൈസ ഇല്ലായിട്ട് 100 റുപ്യ എന്റെ അടുത്ത് അപ്പം വാങ്ങിയത്, ഇപ്പൊ അവൻ അവിടെ എത്തി. അങ്ങനെ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഹദിയയായി കൊടുത്തത്, അതല്ലെങ്കിൽ ഞാൻ നല്ല കാലമാകുമ്പോ നല്ല നിലക്ക് പറഞ്ഞ് തീറ്റിച്ചത് മുഴുവനും തെറ്റിയാൽ വിളിച്ചു പറയുന്നു. കൊടുത്തത് എടുത്തു പറയുന്ന ദുഷ്ടന്മാർ അല്ലാഹു നോക്കൂല, മുണ്ടൂല, പരിഗണിക്കൂല എന്നാ പറഞ്ഞത്. മൂന്നാമത് അവിടുന്ന് പറയുന്നു, വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കദിബി, കള്ളസത്യം ചെയ്തുകൊണ്ട് അതേ ചരക്ക് വിറ്റഴിക്കുന്ന മനുഷ്യൻ, കച്ചവടക്കാരൻ, അതേ നുണ പറഞ്ഞിട്ടാ ചരക്ക് വിൽക്കുന്നത്, കള്ളസത്യമാ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മാതിരി വല്ലാഹി 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 നുണ പറയുകയാണ്. ചിലപ്പോ കൂടുതൽ വിശ്വസിപ്പിക്കും. ചിലപ്പോ അങ്ങനെയുണ്ട് ചില വളവന്മാര്. മാർക്കറ്റ് ചെന്ന് നോക്കിയാൽ പറയും, നിങ്ങൾ ഈ മത്തി കൊണ്ടോണ്ടോ. ഇപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല ഉഷാറട്ടോ, അവനിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായി. കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്നല്ല പറയണ്ടേ. ഇന്നിപ്പോ മൂപ്പര് നമ്മളോട് കൊണ്ടോണ്ടാന്ന് പറഞ്ഞാൽ എന്താ? അത് മൂപ്പർക്ക് നമ്മളോടുള്ള മഹബത്തുകൊണ്ടാ. എവിടെ? അത് ട്രിക്ക് വേറെയാ. അപ്പൊ ചിലപ്പോ നല്ല സാധനം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് കിട്ടൂല, മോശം നല്ല കൊണ്ടുപോയിക്കോളി എന്ന് പറയും. വളരെ പറ്റിക്കും. ചിലപ്പോ പല ആളുകളുണ്ടാകും, പലയിടത്തും പല ആൾക്കാരുണ്ടാവും. അത് നിങ്ങൾക്കായതുകൊണ്ടാട്ടോ ഈ വില. സാധാരണ ഇതിന്റെ വില 25, നിങ്ങൾക്കായതുകൊണ്ട് ഞാൻ 25 തരാറില്ലേ. അങ്ങനെയുണ്ട് ഒരു മനുഷ്യനെ പറ്റിക്കല്. എവിടെ? ഈ സാധനത്തിന് വില അത്രയൊന്നുമില്ല, പക്ഷെ നിങ്ങളെ ഒന്നാണ് മൊഞ്ചു കൂട്ടിയിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കുക. അപ്പൊ കസ്റ്റമർ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടി. ഇങ്ങനെ ചതിയും വഞ്ചനയും, ഒരു റേറ്റ് അറിയാത്ത, നിലവാരം അറിയാത്ത കസ്റ്റമേഴ്സിന് പലരെയും ഇതൊക്കെ ഇന്ന് ബിസിനസ് മേഖലയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഹരിഫുൽ കദിബ്, കള്ളസത്യം, ഇല്ലാത്തത് പറഞ്ഞിട്ട് പെരുപ്പിക്കുക. ഇന്നത്തെ ലോകത്തുള്ള പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ്. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരു സാധനത്തിന് ഇല്ലാത്തത് അതിനെ പറ്റിയാണ് പറയാം. ഈ സോപ്പാണ് തേച്ചിട്ട് ഒരു സിനിമാ നടന്റെ തൊലിന് കാണിക്കണം. അയാളുടെ തൊലി ഇങ്ങനെ വെളുത്തത് ഈ സോപ്പ് വെച്ച് കുളിച്ചിട്ടാ. വേറൊരു പെണ്ണിന്റെ പല്ലിങ്ങനെ കാണിക്കും. ഓളിപ്പോ ഈ മറ്റേ ഏതാണ് എന്താ പറയാ, ഈ പേസ്റ്റ് തേച്ചിട്ടാണ് ഇപ്പൊ അവൾക്ക്. പിന്നെ ഭയങ്കര അതിന്റെ പിന്നാലെയായി. ഒരു സാധനത്തിന് ഇല്ലാത്തതല്ലേ ആ പറയുന്നത്. പച്ച നുണ പറഞ്ഞിട്ട് സാധനം ചെലവഴിക്കാന്ന് മാർക്കറ്റിൽ പരസ്യങ്ങളിലൊക്കെ പലപ്പോഴും അതാ കാണുന്നത്. ഉള്ളതാ പലപ്പോഴും പറയുന്നത്, പലപ്പോഴും അല്ല. സഹോദരന്മാരെ, ഗൗരവത്തോട് ആലോചിക്കേണ്ടതല്ലേ? അങ്ങനെ പല പെൺ ശരീരം കാണിച്ചുകൊണ്ട് സാധനങ്ങൾ. ഇന്ന് മുട്ടുസൂചി, ബക്കറ്റ്, കല്ലുകുരട്, കാഞ്ഞിരക്കുറ്റി മുതൽ ഏത് സാധനവും വിൽക്കണം. പെണ്ണുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണെങ്കിൽ ഒരു പെണ്ണിങ്ങനെ ഔറത്ത് മറക്കാത്ത ശരീരം തുറന്നിട്ടൊരു പെണ്ണ് അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം. എന്നാലേ ചെലവാവുള്ളൂ. ബോഡി കാണിച്ച് സാധനം ചെലവാക്കുക, ഒരു ബോഡി കാണിച്ച്, ശരീരം കാണിച്ച് ആഭരണം ചെലവാക്കുക, ശരീരം കാണിച്ച് വസ്ത്രം ചെലവാക്കുക. സഹോദരങ്ങളെ, പരസ്യ വിപണി അങ്ങനെയല്ലേ? ഒക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. ആരെയും കുറ്റപ്പെടുത്താനുള്ള ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇതൊക്കെ. ഒരു മുസ്ലിമിന് അവന്റേതായ ഐഡന്റിറ്റി ഇല്ലേ? അപ്പോ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞു പൊലിപ്പിക്കുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ഏത് രംഗത്ത് തൊഴിൽ ചെയ്യുന്ന ആളുകളും എന്ത് ചെയ്യണം? വളരെയേറെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അപ്പൊ എവിടെയൊക്കെ ഇസ്ലാമികമായിട്ട് നമ്മുടെ കടമകളും കടപ്പാടുകളും നമ്മൾ പാലിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം, എന്റെ തൊഴിൽ എന്റെ ഉടമ മാത്രമല്ല കാണുന്നത്, എന്റെ റബ്ബ് കാണുന്നുണ്ട്. എന്റെ റബ്ബാ എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വഞ്ചന വരുത്തുന്നു. ഇപ്പോ എല്ലായിടത്തും ആളുകൾ ചിലപ്പോൾ വളരെ സജീവവും എന്താ, എല്ലായിടത്തും CCTV ഉണ്ട്, ക്യാമറ ഉണ്ട്. അതുകൊണ്ട് പണിയെടുത്തില്ലെങ്കിൽ ഒക്കെ കാണണം, മനസ്സിലാവും. ഇതൊന്നുമില്ല CCTVക്ക് കേടായ വിചാരിക്കാൻ നമുക്കെന്താ ബാധ്യതല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ ഒരു CCTV ഒന്നും വേണ്ട, ഒരു ക്യാമറയും നമ്മളെ നിയന്ത്രിക്കണ്ട. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതും വലാ നൗം. അവനാ നമ്മളെ നോക്കുന്നത്. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഏത് ക്യാമറയും കേടുവരും, ഏത് മുതലാളിയുടെ ഉദ്യോഗസ്ഥനും ക്ഷീണം വരും. നിങ്ങളെ നോക്കിയിരിക്കുന്ന മുതലാളി മേലുദ്യോഗസ്ഥനും ഉറങ്ങിപ്പോയി എന്ന് വരും, മയങ്ങിപ്പോയി എന്ന് വരും, രോഗിയായി എന്ന് വരും. നിന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിന്നെ കണ്ണുകൊണ്ടിരിക്കുന്ന അമാനത്തുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് അള്ളാഹ് അവസാനിപ്പിച്ചത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ.
നിശ്ചയം അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ആ കണ്ണുകൾക്ക് മയക്കമില്ല, ആ കണ്ണുകൾക്ക് ഉറക്കമില്ല. എപ്പോഴും അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശഭൂമികളും മുഴുവനും അതേ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോ റബ്ബിന് അവയുടെയൊക്കെ കൺട്രോളിൽ ശ്രദ്ധിച്ചിട്ട് ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ പിടിപെടൂല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. പടച്ചവന് ഒരു പ്രയാസവും ഒന്നും ഉണ്ടാക്കൂല, ഒരു ബുദ്ധിമുട്ടുമില്ല. നിന്റെ റബ്ബ് ഒരിക്കലും അശ്രദ്ധനല്ല, റബ്ബൊരിക്കലും അശ്രദ്ധനല്ല, എപ്പോഴും ശ്രദ്ധയോടെയാണ്. ആ ഒരു ബോധം പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം തൊഴിലാളി എന്ന നിലക്ക്, നമ്മുടെ നിത്യജീവിതത്തിൽ അതാ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ആ ഡ്യൂട്ടി നിർവഹിച്ച് വീട്ടിലേക്ക് എത്തുവോളം ആ ബോധം നമുക്കുണ്ടായാൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും. അല്ലെങ്കിലോ ഓരോ ദിവസം കൊണ്ടും നമ്മൾ ഇങ്ങനെ നരകം വാങ്ങലായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ഓരോ ദിവസങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ ഫലപ്രദമായി തീരുന്ന ദിവസങ്ങളാക്കി തീർക്കുമാറാകട്ടെ. മനുഷ്യരാണ്, അപാകതകൾ എമ്പാടും വന്നുപോയിട്ടുണ്ടാകും. എല്ലാം അറിയുന്ന നാഥനോട് പറഞ്ഞാൽ അവൻ പൊറുക്കാത്തതായി ഒന്നുമില്ല. അവൻ ഗഫൂറാണ്, അവൻ ഗഫാറാണ്, അവൻ റഹീമാണ്. അവനോട് പറയുക, ശിഷ്ടജീവിതം നന്നാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.